الحمد لله رب العالمين اللهم صل على محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സഹോദരിമാരെ ഇന്ന് ബസ്മല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിന്റെ പാരായണ ശാസ്ത്രത്തെ കുറിച്ചുള്ള വോയിസ് ആണ്. ബിസ്മി, ബാ, സീന്, മീമ്. ഇതില് സീനൊഴികെ ബാവും മീമും ചുണ്ടുകൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫാകുന്നു. ഈ 3 ഹർഫുകളും താഴ്ത്തിയാണ് ഉച്ചരിക്കേണ്ടത്. ബി എന്ന് പറയുമ്പോൾ സുക്കൂന് പോലെ ബുസ്മി ആകരുത്. ബി. ചുണ്ടിന്റെ ചലനം ശ്രദ്ധിക്കണം. താഴെ ചുണ്ട് ഫ്ലാറ്റ് ആയിരിക്കണം, പരന്നിരിക്കണം. അപ്പോൾ കറക്റ്റ് ബി എന്ന് കിട്ടും. ഇനി താഴെ ചുണ്ട് പരത്താൻ വേണ്ടിയിട്ട് നന്നാക്കി പറയുമ്പോൾ കട്ടി കൊടുക്കാതെയും സൂക്ഷ്മത പാലിക്കുക. ബിസ്മി അല്ല, ബിസ്മി. ഓക്കെ. സീനിന് സുക്കൂന് വരുമ്പോ അവിടെ ഒരു വിസ്ലിംഗ് എന്നാണ് നമ്മൾ പറയുക. ഒരു സഫീറിന്റെ ക്വാളിറ്റി ഉണ്ട്. എന്താണത്? സീനിന് സുക്കൂന് വരുമ്പോ എന്ന ശബ്ദം വരണം. സ്വാദിനാണെങ്കിലും ഒക്കെ ഉണ്ട്. ഓക്കെ, ആ ഒരു ശബ്ദം വരണം. അപ്പൊ ബിസ്മി. മറ്റുദാഹരണങ്ങള് നസ്, മുസ്തഖീം, നസ്തഈൻ. ഒരു വിസ്ലിംഗ് സൗണ്ട് അവിടെ വരണം. ഓക്കെ. ബിസ്മി. മീ താഴെ ചുണ്ട് വീണ്ടും ഫ്ലാറ്റ് ആയിരിക്കണം. സുക്കൂന് പോലെ ബിസ്മ് എന്നാവരുത്. ബിസ്മില്ലാഹി. ഇസ്മ ജലാലയാണ്. അല്ലാഹ് എന്ന പദം ശ്രദ്ധിച്ചാൽ അതിന്റെ തൊട്ട് മുമ്പുള്ള ഹർഫിന് കെസറാണ്. ഇവിടെ ലാമിന് 2 നേച്ചർ ഉണ്ട്. ഹെവി നേച്ചറുണ്ട്, ലൈറ്റ് നേച്ചറുണ്ട്. ഉയർത്തി ഉച്ചരിക്കേണ്ട അവസ്ഥകളുണ്ട്, താഴ്ത്തി ഉച്ചരിക്കേണ്ട അവസ്ഥകളുണ്ട്. അപ്പോൾ ബിസ്മില്ലാഹി അവിടെ നമ്മള് ബിസ്മി അല്ലാഹി എന്ന് ഉച്ചരിക്കുന്നില്ല അല്ലെ? എന്താണ് അതിന്റെ കാരണം? അല്ലാഹ് എന്ന പദം ഒറ്റയ്ക്ക് എഴുതുമ്പോൾ നമ്മൾ അല്ലാഹ് ലാമിനെ ഉയർത്തിയാണ് ഉച്ചരിക്കുന്നത്. ഇവിടെ നിയമം എന്താന്ന് വെച്ചാല് അല്ലാഹ് എന്ന പദത്തിന് തൊട്ടു മുമ്പുള്ള പദത്തിന്റെ അവസാന ഹറഫ് അതിന് ഫത്ഹോ ദമ്മോ ആണെങ്കിൽ നമ്മൾ അല്ലാഹ് ലാമിനെ ഉയർത്തിയാണ് ഉച്ചരിക്കുക. ഉദാഹരണം ഹുവല്ലാഹ്, അബ്ദുല്ലാഹ്. ഓക്കെ. ഇനി അല്ലാഹ് എന്ന പദത്തിന്റെ തൊട്ടു മുമ്പുള്ള പദത്തിന്റെ അവസാന ഹർഫിന് കെസറാണെങ്കിൽ നമ്മൾ ലാമിനെ താഴ്ത്തി ഉച്ചരിക്കണം. ഉദാഹരണം ബിസ്മിയില് മീമിന് കെസറാണ്. അപ്പോൾ ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, ലില്ലാഹ് അവിടെ ലാമിന് കെസർ. ഐന്ദില്ലാഹ്, ബിസ്മില്ലാഹി. കെട്ടിപ്പുട്ട് ഹ ആണ്. നമ്മൾ ഔദു ബില്ലാഹി പഠിച്ചു അല്ലെ? ഹ തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന്, ഹെൽപ്പിന്റെ അക്ഷരമാണ്. തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്നാണ് ഉച്ചരിക്കേണ്ടത്. തൊണ്ടയുടെ മധ്യത്തിൽ നിന്നോ വായയിൽ നിന്നോ ഹ ആക്കിയിട്ടോ ഒന്നും അല്ല ഉച്ചരിക്കേണ്ടത്. പിന്നെ കെസർ ആയതുകൊണ്ട് തന്നെ താഴെ ചുണ്ട് ഫ്ലാറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ശബ്ദം താഴോട്ടാണ് പോവുക, നെഞ്ചിലോട്ടാണ് എഫക്റ്റ് വരിക. അപ്പോൾ അഊദു ബില്ലാഹി നമ്മൾ അറിയാതെ ഹന് സുക്കൂന് കൊടുത്തു പോകരുത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി. കണ്ടോ, ഈ ക്ലിയർ ആയിട്ടില്ല. തൊണ്ടയുടെ താഴെ അറ്റത്തുനിന്ന് ഹ വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒന്നും പെട്ടെന്ന് ഖിറാഅത്ത് ചെയ്യുമ്പോൾ വന്നു പോകരുത്. പൊതുവെ ഖിറാഅത്ത് ചെയ്യുമ്പോൾ സൂറത്ത് നന്നായിരിക്കും, ശ്രദ്ധിച്ചോതും. പക്ഷെ ബിസ്മി മഅഊദും പലപ്പോഴും ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന ഒരു പ്രവണതയും കാണാറുണ്ട്. അഊദും ബിസ്മിയും പ്രാധാന്യം അർഹിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനി, റ ഉയർത്തി ഉച്ചരിക്കുക. നമ്മള് റജീം എന്ന് പഠിച്ചപ്പോ റോയിനെ കുറിച്ച് പഠിച്ചു അല്ലെ? റോ ചുണ്ട് മുമ്പോട്ട് കൂർപ്പിക്കാതെ നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫാണ്
വായ നിറച്ച് കാറ്റ് പുറത്തോട്ട് പോകാതെ ഉച്ചരിച്ച് പ്രാക്ടീസ് ചെയ്യാം. റോ റോ റോ. മനഃപൂർവ്വം ചുണ്ടു മുമ്പോട്ട് കൂർപ്പിച്ച് റോ എന്ന് ഉച്ചരിക്കരുത്. അറബിയിലെ ഓകാരത്തിലൊന്നും അക്ഷരങ്ങളില്ല. നമ്മൾ വായ നിറച്ചുച്ചരിക്കുന്നത് കൊണ്ട് അത് ഒരു റോ പോലെ കേൾക്കപ്പെടുന്നു എന്ന യഥാർത്ഥത്തിലല്ല. അപ്പോൾ വായ നിറച്ച് റോ, ഫത്ഹാണ് റോ റോ. ഓക്കെ. റഹ്, തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് റഹ് റഹ് മാനി. റോ ഉയർത്തിയതിന്റെ പേരിൽ പലപ്പോഴും മീം ഉയർത്തി ഉച്ചരിക്കുന്ന പ്രവണത കാണലുണ്ട്. മലയാളത്തിലെ മാ എന്ന് പറയുന്ന പോലെ റഹ്മാനി, തെറ്റാണ്. മീമ് താഴ്ത്തി റഹ്മാനി. മീമിന് 2 കൗണ്ടാണ് നീട്ടാനുള്ളത്. 2 വിരലുകൾ ഉയർത്തുന്ന ദൈർഘ്യത്തിലാണ് മീമ് നീട്ടേണ്ടത്. റഹ്മാനി. നൂനിന് കെസറാണ്. വീണ്ടും താഴെ ചുണ്ട് ഫ്ലാറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സുക്കൂനായി പോവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തെറ്റല്ലേ? ഞാൻ ബായിനും മീമിനൊക്കെ സുക്കൂന പോലെയാണ് കൊടുത്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പൊ കറക്റ്റായി. ഇനി ബി എന്ന് കറക്റ്റ് പറയാൻ വേണ്ടിയിട്ട് കട്ടി കൊടുക്കുന്നത് മാത്രമല്ല, മറ്റൊരു പ്രവണത കാണാറുണ്ട്, നീട്ടാറുണ്ട്. ബീസ്മി നീട്ടരുത്. ബിസ്മി. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം. റോ ഉയർത്തുക, ശേഷം ഹാ താഴ്ത്തുക. റോ ഉയർത്തുക, ശേഷം ഹാ താഴ്ത്തുക. അത് വിട്ടു പോകരുത് സഹോദരിമാരെ. റോ ഉയർത്തുക, ശേഷം ഹാ താഴ്ത്തുക. റഹീം. ഇങ്ങനെ സുക്കൂന് കൊടുത്ത് അവസാനിപ്പിക്കുന്നതുകൊണ്ട് തന്നെ തരിമുക്കുന്ന അവസാനിപ്പിക്കുക. പിന്നെ റഹ്മാനി എന്നുള്ളിടത്ത് നന്നാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നീട്ടരുത്. വെറും 2 കൗണ്ടിന്റെ ദൈർഘ്യത്തിലേ നീട്ടാൻ പാടുള്ളൂ. പിന്നെ മദ് ആരിദുൽ സുക്കൂന് വരുന്നുണ്ട്. അവസാനത്തെ ഹർഫിന് റഹീം എന്ന് പറയുമ്പോൾ മീമിന് സുക്കൂന് കൊടുക്കുന്നു. തൊട്ടു മുമ്പുള്ള ഹർഫ് യാ ആണ്, മദ്ദിന്റെ അക്ഷരമായ യാ ആണ്. അതിന്റെ തൊട്ടു മുമ്പുള്ള ഹർഫിന് അതിനനുസരിച്ച് കെസറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ മദ് ആരിദുൽ സുക്കൂൻ 2, 4, 6 ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഔദൂല് നമ്മൾ 4 കൗണ്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ബിസ്മിയിലും റഹീം എന്ന് പറയുമ്പോൾ 4 കൗണ്ട്. ഒരു സൂറത്ത് അവസാനിക്കുന്നത് വരെ. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെത്. ഒരു സൂറത്തിൽ നമ്മൾ 2 കൗണ്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സൂറത്ത് അവസാനിക്കുന്നത് വരെ 2 കൗണ്ട് കൊടുക്കുക. ആ രീതിയിലാണ് മദ് ആരിദുൽ സുക്കൂൻ. ഇപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.